ഗ്രൂപ്പ് ബിയുടെ റിസൾട്ട് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ RRBയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാലോ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സൈറ്റ് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഒരു വൈകുന്നേരമൊക്കെ ആവും ഓപ്പൺ ആയിട്ട് വരാനായിട്ട്. പക്ഷേ ഓരോ സോൺ വൈസ് കട്ട് ഓഫ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്തത് നമ്മുടെ ചെന്നൈ സോൺ ആയിരുന്നു. ചെന്നൈയിലെ കട്ട് ഓഫ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ചെന്നൈയിലെ ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 78 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. SC വിഭാഗത്തിലാണെങ്കിൽ 70 മാർക്ക് വന്നിട്ടുണ്ട്. ST വിഭാഗത്തിൽ 63, OBC ആണെങ്കിൽ 76, EWS 71 എന്നിങ്ങനെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കോർ കിട്ടിയിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ റിസൾട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നമുക്ക് ഉറപ്പിക്കാം. അതായത് റിസൾട്ട് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ലിങ്ക് ഇപ്പോൾ ഡൗൺ ആയി കിടക്കാണ്, വെബ്സൈറ്റ് ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കറിയാലോ, നമ്മൾ ആൻസർ കീ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് മുകളിൽ ഒരു സ്കോർ വന്നിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് ആശ്വസിക്കാം. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റുള്ള സോണുകളുടെയും കൂടി കട്ട് ഓഫ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും നമുക്ക് 3-4 സോണിന്റെ കട്ട് ഓഫ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഭുവനേശ്വറിലെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 76 ആണ് വന്നേക്കുന്നത്. SC വിഭാഗത്തിനാണ് എന്നുണ്ടെങ്കിൽ 67 കട്ട് ഓഫ് വന്നേക്കുന്നത്. ST വിഭാഗത്തിന് 58 വന്നിട്ടുണ്ട്. OBC 75 വന്നിട്ടുണ്ട്. EWS വിഭാഗത്തിനാണെങ്കിൽ 69 കട്ട് ഓഫ് വന്നേക്കുന്നത്. ഇനി നമ്മളുടെ ഭോപ്പാലിലേക്ക് പോയി കഴിഞ്ഞാൽ, ഭോപ്പാലിൽ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 77 വന്നിട്ടുണ്ട്. SC വിഭാഗത്തിന് 73 വന്നിട്ടുണ്ട്. ST വിഭാഗത്തിനാണെങ്കിൽ 67 വന്നിട്ടുണ്ട്. OBC വിഭാഗത്തിന് 77 വന്നിട്ടുണ്ട്. EWS വിഭാഗത്തിന് 75 കട്ട് ഓഫ് വന്നേക്കുന്നത്. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 75-ന്റെയും 80-ന്റെയും ഇടയിൽ തന്നെയാണ് ഇപ്രാവശ്യം ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് വന്നേക്കുന്നത്. മിക്ക സോണുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ബാക്കിയുള്ള സോണുകളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മളുടെ പ്രയാഗ്രാജിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രയാഗ്രാജിന്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 78, SC വിഭാഗത്തിനാണെങ്കിൽ 72, ST വിഭാഗത്തിന് 66, OBCക്ക് 77, EWS വിഭാഗത്തിനാണെങ്കിൽ 74 കട്ട് ഓഫ് വന്നേക്കുന്നത്. സോ കട്ട് ഓഫ് ആസ് യൂഷ്വൽ എല്ലായിടത്തും ഏകദേശം ഒരേ റേഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, ആസ് യൂഷ്വൽ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള കട്ട് ഓഫ് തന്നെയാണ് വന്നേക്കുന്നത്. ഇപ്പൊ നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഇങ്ങനെയായിരിക്കും കാണിക്കാനായിട്ട് പോകുക. വെബ്സൈറ്റ് അണ്ടർ മെയിൻ്റെനൻസ് പയ്യെ ശരിയായിക്കോളും. എല്ലാവരും അറ്റ് എ ടൈം ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. ഞാൻ എന്തായാലും റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രൂപ്പ് ഡി ആരെങ്കിലും പാസ് ആയിട്ടുണ്ട്, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഒക്കെ പാസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചേക്കാടാ. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് മറക്കരുത്. സൂപ്പർ നോട്ട്സിന്റെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. പാസ് ആയിട്ടുള്ള എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക മസ്റ്റ് ആയിട്ട്. നിങ്ങളുടെ മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ മെന്റർ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഗൂഗിൾ ഫോമും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചോ. സോ എന്തായാലും റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. സൈറ്റ് ഓപ്പൺ ആയി വരും. സോ എല്ലാവരും സമയമെടുത്ത് തന്നെ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. നിലവിൽ വെബ്സൈറ്റ് ഡൗൺ ആണെന്നേ ഉള്ളൂ. കട്ട് ഓഫ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. സോ കട്ട് ഓഫിന് മുകളിലൊക്കെ നിങ്ങൾക്ക് ആൻസർ കീ നോക്കിയപ്പോൾ ഒരു സ്കോർ ഉണ്ട് എന്താണെങ്കിൽ നിങ്ങൾ ആശ്വസിച്ച് തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസും ബാക്കി സോണുകളുടെയും കൂടി കട്ട് ഓഫ് അറിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.